ഹായ്. എന്താ ബ്രോ പേര്? അബിൻ. അബിൻ. അബിൻ, നമുക്കൊരു വെറൈറ്റി മെഡിസിൻ ചെയ്താലോ? ഓക്കെ, ഒന്ന് കയ്യിലും ടച്ച് ചെയ്യൂ. ഒന്ന് ശ്വാസം ഒന്ന് എടുക്കൂ. ഓക്കെ, ശ്വാസം ഒന്ന് വിടൂ. മനസ്സും ശരീരം ഫുൾ റിലാക്സ് ആയിക്കോട്ടെ. ഒന്നുകൂടെ ശ്വാസം ഒന്ന് എടുക്കൂ. വിടൂ. ഓക്കെ. അബി എന്ന് വിളിക്കണോ അബിൻ എന്ന് വിളിക്കണോ? അബിൻ. അബിൻ്റെ കൈ ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഓക്കെ, ഇവിടെ ഒരു ഇമാജിനേഷൻ ഡൈസ് ഇരിക്കുന്നത് സങ്കല്പിക്കുക. ഡൈസ് എന്നാൽ പാമ്പും കട്ടയില ഡൈസ്. പാമ്പും കട്ട കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ഡൈസ് ഉണ്ടല്ലോ, ഇത് ഡൈസാണ് എടുത്ത് കയ്യിൽ ഇങ്ങനെ വെക്കുന്നതായിട്ട് സങ്കല്പിക്കും. ഓക്കെ, കയ്യിൽ ഡൈസ് ഇരിക്കുകയാണ്. കൈ ഒന്ന് മടക്കൂ. ഇപ്പോൾ ഇവിടെ ഡൈസ് ഉണ്ട്. ഇവർക്ക് ആർക്കും കാണാൻ പറ്റില്ല, അബിയുടെ മനസ്സിൽ കാണുന്നുണ്ട്. അതൊന്ന് ഷേക്ക് ചെയ്യൂ, നല്ല രീതിയിൽ ഷേക്ക് ചെയ്യൂ. എന്നിട്ട് ഇതൊന്ന് ഡ്രോപ്പ് ചെയ്യൂ ഇങ്ങനെ. ഓക്കെ, ടേബിൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇപ്പം പാമ്പും കട്ടയില ആ ഡൈസ് വീണിട്ടുണ്ട്. ഡൈസിൽ 6 ഭാഗങ്ങളാണുള്ള. ഓരോ ഭാഗത്ത് ഓരോ നമ്പറാണ്, 1 2 3 4 5 6 എന്ന്. ഇതിൻ്റെ ടോപ്പിൽ അബി കാണുന്ന നമ്പർ ഏതാണെന്ന് പറയൂ. ഏതാണ് മനസ്സിൽ തോന്നുന്ന ആ നമ്പർ എന്ന് പറയൂ. ഒരു നമ്പർ ഒന്നും വിഷ്വലാവുന്നില്ല. ഓക്കെ, ഒന്ന് വിഷ്വലാക്ക്. ഒന്നുകൂടെ കയ്യിൽ ടച്ച് ചെയ്യുക. ഒന്ന് ശ്വാസം ഒന്ന് എടുക്കും. മനസ്സ് ശരീരം ഫുൾ റിലാക്സ്. ഓക്കെ, ഇനി നോക്കിയാണ് ഒരു നമ്പർ കാണുന്നില്ലെങ്കിൽ ഒരു നമ്പർ മനസ്സിൽ സങ്കല്പിക്കുക. 1 നും 6 നും ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ പറയൂ. പറഞ്ഞു 4. ഓക്കെ, ഒന്നും കൂടെ ആ ഡൈസിനെ എവിടെ നിന്ന് എടുത്തു, കയ്യിൽ തരുന്നു. ഇതാക്ക്. ഒന്ന് ശ്വാസം ഒന്ന് എടുക്കൂ. ഓക്കെ, ഇനി അത് കുലുക്കിയിട്ട് ഇവിടെ ഇടൂ. ഒന്ന് കൂളായിക്കോ, റിലാക്സ് ആയിക്കോട്ടെ. ഓക്കെ, ഇനി നോക്കിയാണ് ഇനി നമ്പർ കാണുന്നുണ്ടോ? മനസ്സ് ഇമാജിൻ ചെയ്തൊരു നമ്പർ സങ്കല്പിക്കും. 4 പറയാതെ വേറൊരു നമ്പർ പറയൂ. 3. 4 3. ഇത് സെലക്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? എന്താണ് കാരണം? ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ ഏഴക്ഷരാണ് 4 3. ഓക്കെ, അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ 4നെ 3 നമുക്കൊന്ന് ജോയിൻ ചെയ്താലോ? 4 3 കൂടെ ജോയിൻ ചെയ്യുമ്പോൾ 43 ആവും. അതോ തിരിച്ച് ജോയിൻ ചെയ്യണോ? 34 വേണോ 43 വേണോ? 43. ഓക്കെ, 43 വരെ ഓക്കെ ആണല്ലോ. ഇതിനി എപ്പോഴെങ്കിലും ഒന്ന് ആ നമ്പർ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി ചേഞ്ച് ചെയ്യണോ? ചേഞ്ച് ചെയ്യണ്ട. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ വിശദമായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് എന്താണ് ചെയ്തതെന്ന് ഇവരെല്ലാവർക്കും നമ്മളത് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, മോൻ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു 10 സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മോൻ പെട്ടെന്ന് അത് പോയി വാങ്ങിയിട്ട് വരുമ്പോൾ 10 മോൻ്റെ മനസ്സിൽ ഓർമ്മയിരിക്കുമോ? ഇല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? ഒരു പേപ്പറിൽ എഴുതിയിട്ട് പോകും. അപ്പം ഞാനും ഇതുപോലെ തന്നെയാണ്. എനിക്കും പെട്ടെന്ന് മനസ്സിൽ പെട്ടെന്ന് ഓടിപ്പോകുമ്പോൾ മറന്നു പോകാതിരിക്കുകയാണ് ഞാൻ പേപ്പറിൽ എഴുതിയാണ് പോകുന്നത്. അതുപോലെ ഇപ്പം പേപ്പറില്ല, എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഫോണാണ് എഴുതാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫോണിലൊരു നോട്ട് പാഡിലാണ് ഓരോ സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ളതും എനിക്ക് ഇഷ്ടമുള്ള ഓരോ ആൾക്കാരുടെ പേരുകളും ഓരോ സിനിമാ നടന്മാരുടെ പേരുകളും ഞാൻ എൻ്റെ ഫോണിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം മോൻ പറഞ്ഞത് 43 അല്ലേ? ഞാൻ എൻ്റെ ഫോണിലൊരു നോട്ട് പാഡുണ്ട്. ഇതാണ് നോട്ട് പാഡ് വരുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ നോട്ട് പാഡിൽ മോൻ ക്ലിക്ക് ചെയ്തിട്ട് ആക്ടേഴ്സ് ഒന്ന് കണ്ടായിരുന്നോ? മലയാളം ആക്ടർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് 43 വരുന്ന ആക്ടറിൻ്റെ പേരും ഒന്ന് നോക്ക്, പറയരുത്. 43 നോക്കി. ഞാൻ അതൊന്ന് ക്യാമറയിൽ കാണിക്കട്ടെ. ഓക്കെ, വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോൺ ഇവിടെ മാറ്റി വെച്ചു. അപ്പോൾ 43 മോൻ സെലക്ട് ചെയ്ത നമ്പരാണ്. 43 ഉള്ള ആക്ടറിൻ്റെ പേര് മനസ്സിലുണ്ടല്ലോ. ഞാൻ അതിനി ഒന്ന് മൈൻഡ് റീഡ് ചെയ്തൊന്ന് കണ്ടുപിടിക്കുക ഒരു ശ്രമം നടത്താൻ പോകണം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഒരു ഇമാജിനേഷൻ വേൾഡിൽ ഒരു കാര്യം ചെയ്തതാണ്. ഡൈസ് വെച്ച് സെലക്ട് ചെയ്തിട്ട് ഒരു ട്രൈ നടത്താൻ പോകും. ഒരു ശ്രമം മാത്രമാണ്. ചിലപ്പോൾ ഇത് സക്സസ് ആവില്ല, ചിലപ്പോൾ ഇത് സക്സസ് ആവുള്ളൂ. എൻ്റെ കയ്യിലും ടച്ച് ചെയ്യും. ഇനി ചുണ്ടനങ്ങാതെ ഉണ്ടല്ലോ, ചുണ്ടനങ്ങാതെ ആ നടൻ്റെ പേര് മനസ്സിലൊന്ന് പറയുമോ? മനസ്സിൽ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ആ നടൻ്റെ പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മോൻ കണ്ടില്ല. അപ്പം മോനെ മാത്രമേ അറിയുള്ളൂ. ചുണ്ടനങ്ങാതെ മനസ്സിൽ പറയണേ. ഓക്കെ, എൻ്റെ നെഞ്ചിലൊന്ന് കഴുകി ഇതെൻ്റെ മനസ്സാണെന്നൊന്ന് സങ്കല്പിക്കുക. ഒന്ന് പ്രസ് ചെയ്യുമോ? ഓക്കെ, അല്ല ഇങ്ങനെയല്ല, ഈ ഭാഗം ഇവിടെ ടച്ച് ചെയ്യണം.
മനസ്സിലാച്ചുകൊണ്ടനങ്ങാതെ ആ നടൻ്റെ പേര് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ ഓക്കെ, ഞാൻ ആ പേര് ഞാനിവിടെ എഴുതാം. എഴുതിയിട്ട് മോനെ കാണിച്ചു തരാം. ഒരു പേരുണ്ടല്ലോ. ഓക്കെ, എനിക്ക് അബിയുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് സക്സസ് ആവും. എനിക്ക് അബിയുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതങ്ങ് ഫ്ലോപ്പ് ആവും. ട്രൈ മാത്രമാണ്. ആ നടൻ്റെ സിനിമ ഈ ഇടയ്ക്ക് വല്ലതും കണ്ടായിരുന്നോ? ഇല്ല. ഒരു ട്രൈ ആണ്. ഞാൻ മോനെ കാണിക്കുന്നില്ല. ഞാൻ ക്യാമറയും ഇവരും കാണുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ക്യാമറ നോക്കിയിട്ട് 43 അതിൽ കണ്ട ആ നടൻ്റെ പേര്, മനസ്സിൽ വിചാരിച്ച നടൻ്റെ പേരൊന്ന് പറയൂ. ജയസൂര്യ. ജയസൂര്യാണോ കണ്ടത്? ജയസൂര്യാണ്.